ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മയോണൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കോഴിമുട്ടയുടെ വെള്ളം മാത്രമാണ് നമ്മൾ എടുക്കണുള്ളൂ. വെള്ളം മാത്രം എടുത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ണി എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ വെള്ളം മാത്രമേ എടുക്കണുള്ളൂ. കാരണം നമ്മുടെ മയോണൈസിൻ്റെ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ചേർക്കേണ്ടവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുരുമുളക് ചേർക്കേണ്ടവർക്ക് കുരുമുളക് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെറുനാരങ്ങ ഇല്ലാത്തവർക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് ചേർക്കാൻ പാടില്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല, ഓയിൽ തന്നെ ഉപയോഗിക്കണം. നമ്മൾ 1 പ്രാവശ്യം അടിച്ചെടുത്തു. നമ്മൾ രണ്ടാമതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി അടിച്ചെടുക്കണം. ഇനി നമ്മുടെ ബാക്കിയുള്ള ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം, അതും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ മയോണൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3ാമത് ചേർത്ത ഓയിൽ ചേർക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.